ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് അടിപൊളിയായിട്ട് ഒരു അച്ചാർ ഉണ്ടാക്കിയാലോ? അപ്പോൾ എന്നും നാരങ്ങ അച്ചാർ, മാങ്ങ അച്ചാറില്ല, ഇന്നൊന്ന് ഞാൻ മാറ്റി പഠിച്ചിട്ടുണ്ട് കേട്ടോ. എന്താ അച്ചാറാന്ന് പറഞ്ഞില്ല അല്ലേ? മിക്സഡ് അച്ചാറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് ചാമ്പങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കയ്പ്പയ്ക്ക, ഒരു ചെറിയൊരു കയ്പ്പയ്ക്ക എടുത്തിട്ടുണ്ട്, കുറച്ച് നാരങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വേറെന്താ, ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പച്ചമുളകും കൂടി വേണം കേട്ടോ. അപ്പോൾ ഇതിന് നമ്മളെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കുക. ഇതിൽ വേണമെങ്കിൽ നമുക്ക് വേറെ വെജിറ്റബിൾസ് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമ്മളെല്ലാം ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു കണ്ടെയ്നറിൽ ഇതുപോലെ അരിഞ്ഞത് കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ചെറുതായതുകൊണ്ട് ഞാൻ രണ്ടെണ്ണത്തിൽ ആക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് പച്ചമുളക് കീറിയതും കൂടി വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് സുർക്കയും കൂടി ഒഴിച്ച് ഒരു 15 ദിവസത്തോളം ഇതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നല്ല ഉപ്പൊക്കെ പിടിച്ച് നന്നായിട്ടൊന്ന് സെറ്റായി വരും കേട്ടോ. അപ്പോൾ ഉപ്പിലിട്ടതും വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത് 15 ദിവസം കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ് ഈ ഒരു അവസ്ഥ കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ച് നന്നായിട്ടുണ്ട് കേട്ടോ. കയ്പ്പയ്ക്കൊക്കെ കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്നറിയോ? അപ്പോൾ ഇതിനെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കയ്പ്പയ്ക്ക ഇട്ടാൽ കഴിക്കുമോയെന്ന് പലർക്കും സംശയം ഉണ്ടാവും. ഒട്ടും കയ്പ്പുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതിന് പൊടികൾ ഉലുവപ്പൊടി, അതുപോലെ തന്നെ ജീരകപ്പൊടി, കടുക് പൊടിയാണ് കേട്ടോ. എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചീനച്ചട്ടിയിൽ കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതിന് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം, കുറച്ച് കപ്പലമുളകും, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഉപ്പിലിട്ട് വെച്ചാൽ നമ്മുടെ ആ മിക്സർ ഉണ്ടല്ലോ, അതുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം മാറാനായിട്ടാണ് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഒരു 2 ടീസ്പൂണോളം കടുക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ടീസ്പൂണോളം ജീരകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂണോളം ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇനി ഇതിന് ആവശ്യം നമുക്ക് മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി, നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ 2 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക, ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലോട്ട് നമുക്ക് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് അവസാനം ചേർത്താൽ മതിയാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. കായപ്പൊടി ഇല്ലാതെ ഒരു അച്ചാറില്ലല്ലോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടി തിളച്ച് ഈ വെള്ളമൊക്കെ ആ സുറുക്കൻ്റെ ഒരു വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ കേട്ടോ. അപ്പോൾ അടിപൊളി അച്ചാറാണ് കേട്ടോ. എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ചുമ്മാ അത് പറയുന്നല്ല. അപ്പോൾ അച്ചാറൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് ബൗളിലേക്ക് മാറ്റട്ടെ കേട്ടോ. അപ്പോൾ എന്നിട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ നല്ലെണ്ണ ഇതിന് മുകളിലൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.